എന്താടി ഒന്നിനും തൃപ്തിയാവുന്നില്ലേ? രഞ്ജിത്തിന് എന്റെ ഡ്രസ്സിംഗ് പാറ്റേൺ വലിയ ഇഷ്ടം. എന്നോടത് പറഞ്ഞു. അതിനെന്താ, അക്കാര്യത്തിൽ നീ മിടിക്കില്ലേ? അതോ ഇപ്പൊ കുഴപ്പമായ. ഇതൊന്ന് നോക്ക് ചേച്ചി. ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെയാണ്, പക്ഷേ നിനക്കൊന്നുകൂടി ക്യൂട്ടാവുന്നതേ ഇതാ. താങ്ക് യു. അപ്പോ ദേ ഇത് ഫിക്സ് ചെയ്യല്ലേ? പിന്നെ ചേച്ചി, രഞ്ജിത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു. നമ്മളെ തമ്മിൽ പറയാവുന്നതാണോടി? ഒന്ന് പോ ചേച്ചി. ഞങ്ങളെ ഫ്ലൈറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് പൈലറ്റ് ആയ കൊള്ളാന്ന്. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് വേണമെങ്കിൽ കോഴ്സിന് ചേർന്നോളം പറഞ്ഞിരിക്കാം. റിയലി? സത്യം. രഞ്ജിത്തിനെ പോലെ ഇത്രയും സിമ്പിളായ ഒരാളെ കാണാൻ ബുദ്ധിമുട്ടാ. എത്ര ലിബറലാന്നറിയോ? നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അത് നടപ്പിലാക്കാനുള്ള മാർഗം പറയാ. റിയലി നല്ല ആളാ. അത് നീ ഇങ്ങനെ നാവുകൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ കണ്ണിലെ തിളക്കം കണ്ടാൽ അറിയാം. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. രഞ്ജിത്തിനോ? ആവശ്യമില്ലാത്തൊരു കൺസേൺ രഞ്ജിത്തിന് നന്ദിനിയോടുണ്ട്. അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. അനാവശ്യമായി അവളെ ന്യായീകരിക്കുന്നു. നീ ഹരിതയെ നോക്ക്. വന്ന ദിവസം മുതൽ നന്ദിനിക്ക് അവൾ ഓപ്പോസിറ്റാ. രഞ്ജിത്ത് നേരെ മറിച്ചു. സൂര്യ അവളെ ന്യായീകരിക്കുന്നതിന്റെ കൂടെ രഞ്ജിത്തും കൂടി ന്യായീകരിക്കാൻ തുടങ്ങിയ കാര്യം കുഴപ്പമാവും. അവളുടെ അഹങ്കാരം കൂടും. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അക്കാര്യത്തില് നീ രഞ്ജിത്തിനെ നിയന്ത്രിക്കണം. അത്രേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. പിന്നെ കല്യാണത്തലേന്ന് തരേണ്ട ഉപദേശാ. പിന്നെ നിന്നോടായതുകൊണ്ട് ഞാനത് വളരെ നേരത്തെ തന്നെ പറയാം. നമ്മുടെ ഭർത്താക്കന്മാർക്ക് എത്ര കഴിവുണ്ടായാലും അവരെത്ര സമ്പന്നന്മാരായാലും അവരുടെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം. അത് ഏറ്റവും സ്മൂത്തായിട്ട് ചെയ്യുക എന്നതാണ് ഒരു പെണ്ണിന്റെ വിജയം. നമ്മുടെ മമ്മി ഡാഡിയെ ഹാൻഡിൽ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? മമ്മി ഡാഡിയെ ഭരിക്കുകയാണെന്ന് ആർക്കും തോന്നില്ല. പക്ഷെ സത്യം എന്താ? ഈ വീട്ടിലായാലും കമ്പനിയിലായാലും വേറെ ഏത് കാര്യത്തിനായാലും മമ്മിയുടെ തീരുമാനത്തിന് മേലെ ഡാഡിക്ക് ഒരു ശബ്ദമില്ല. എന്റെ കാര്യം വിട്. വിജയ് അത്ര കഴിവുള്ളവനൊന്നും അല്ല. പക്ഷെ എന്റെ കൺട്രോളിലാണ്. അതുപോലെ ആയിരിക്കണം നീ. ഓക്കെ. ആദ്യം കട്ടേണ്ടത് നന്ദിനിക്ക് രഞ്ജിത്ത് കൊടുക്കുന്ന പരിഗണനയാ. ഇപ്പോഴത്തെ കാര്യം നോക്കണ്ട. നന്ദിനിയെ കൂടുതൽ രഞ്ജിത്ത് പരിഗണിച്ച മമ്മിക്ക് ഇഷ്ടക്കുറവുണ്ടാവും. സൂക്ഷിച്ച നിനക്ക് നല്ലത്. ചേച്ചി ടെൻഷൻ ആവണ്ട. രഞ്ജിത്തിനെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം. എനിക്കിപ്പോ എന്റേതായിട്ടുള്ള രീതികളുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. എന്നാ നീ വേഗം റെഡിയായി വാ. ഞാൻ റെഡിയാവട്ടെ. അരമണിക്കൂർ കഴിഞ്ഞാ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ചേച്ചി. ചേച്ചിയുടെ സെൻസ് വിജയനെ സെലക്ട് ചെയ്യുന്നല്ലേ? ഇത് വേദയാ. വേദയ്ക്ക് വേദയുടേതായ സ്റ്റൈലുണ്ട്. രാജേട്ടാ, എന്താ മോളെ? എല്ലാരും ഇറങ്ങുന്നതിന് മുന്നേ പണിയൊക്കെ നമുക്ക് വേഗം തീർക്കാം. എന്റെ മോളെ, അടുക്കളക്കകത്ത് മോളെ കയറ്റാൻ പാടില്ലെന്നാണ് സൂര്യ സാറിന്റെ ഓർഡർ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാനും ഞാൻ സമ്മതിക്കൂല. അവിടെ
സൂര്യ സാറിന്റെ അടുത്ത് പോയി ഇരിക്കും. ചെല്ലേ. എല്ലാവരും ഇറങ്ങാൻ ഇനി ഇഷ്ടം പോലെ സമയമുണ്ട് രാജുവേട്ടാ. അതുവരെ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ലെങ്കിൽ ആ പൂജാമുറി പോയിരുന്ന് പ്രാർത്ഥിക്കും. ഓ, അടുക്കള പണിയിൽ ഇനി മോളെ നിർത്തുന്ന പ്രശ്നമേ ഇല്ല. അതിന് മോളെ എന്നോട് പറയാൻ വേണ്ട. രാജുവേട്ടൻ അങ്ങോട്ട് മാറിയേ. സൂര്യ സാർ അങ്ങനെയൊക്കെ പറയും. അത് മുഴുവൻ കാര്യമാക്കേണ്ടതില്ല. മാറിയേ. മാറി അങ്ങോട്ട്. സൂര്യ സാർ എങ്ങനെ കണ്ടോണ്ടോന്നേ എന്റെ തല എടുക്കുന്നു. എന്നിട്ട് സാറ് തിരിച്ചു പോകുമ്പോഴേ ഞാൻ ആ തല കൃത്യമായിട്ട് ഫിറ്റ് ചെയ്തോളാം. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. മാറങ്ങോട്ട്. എന്റെ മോളെ എന്ത് ചെയ്യൂന്ന് പറഞ്ഞേ? എന്റെ മോളെ മോളെ മോളി ഏട്ടാന്ന് വിളിച്ച ആ വിളിയുണ്ടല്ലോ, അതെ ഒന്നുകൂടി ഒന്ന് വിളിക്കാവോ? രാജുവേട്ടനെ മനസ്സറിഞ്ഞ് ഒന്ന് കേൾക്കാൻ വേണ്ടിയാ. ഒന്ന് പോയേ രാജുവേട്ട. അങ്ങനെ ഒന്ന് വിളിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കേ അറിയൂ. അല്ല, സൂര്യ സാറിനെ സമ്മതിക്കണം മോളെ. മറ്റുള്ളവര് എന്തൊക്കെ പറഞ്ഞെന്നാലും സൂര്യ സാറ് മോളെ കാത്തുരക്ഷിച്ച് നടക്കുന്നുണ്ടല്ലോ. അത് മതി. അതെനിക്ക് നന്നായിട്ട് അറിയാം രാജുവേട്ട. അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ആ പിന്നെ വേറൊരാളോടുകൂടി എനിക്ക് നന്ദി പറയാനുണ്ട്. അതാരാ? രഞ്ജിത്ത് സാർ. അവരൊക്കെ എന്നോട് ബഹളം വെക്കുമ്പോഴും ആ രഞ്ജിത്ത് സാർ എന്നോട് എന്ത് മാന്യമായിട്ടാ സംസാരിക്കുന്നേ. അതുള്ളതാ. ആ ചെറുക്കന് ഇത്തിരി മാന്യത ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. തോന്നുന്നതൊന്നുമല്ല, മാന്യം തന്നെയാ. അന്തസ്സുള്ള പെരുമാറ്റം, ഒരു ചീത്തശീലങ്ങളും ഇല്ല. വേദയുടെ ഭാഗ്യ. ആ കാര്യത്തിൽ ഇത്തിരി എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ അഭിപ്രായ വ്യത്യാസം? അല്ല, വേദ മേഡത്തിന് നമ്മുടെ ഇന്ദ്രജ മേഡത്തിന് വിജയ് സാറിനെ കിട്ടിയതുപോലെ ഒരുത്തം മതിയായിരുന്നു. അതാവുമ്പോ പത്മ മേഡത്തിനും വേദ മേഡത്തിനും ഇങ്ങനെ വിരട്ടി നിർത്താൻ എളുപ്പമായിരുന്നു. ഈ പയ്യന്റെ സ്വഭാവം വച്ചിട്ട് അവര് പറയും പോലെ ഈ പയ്യൻ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിനെ ചൊല്ലി നിത്യേന വഴക്കായിരിക്കൂലേ? അവര് തമ്മിൽ വഴക്കൊന്നും ഉണ്ടാവില്ല. വേദ മാഡത്തിന്റെ ജീവിതം നല്ല ഭദ്രമായിരിക്കും. രാജേട്ടൻ നോക്കിക്കോ, രഞ്ജിത്ത് സാർ അവളെ പൊന്നുപോലെ നോക്കും. ആ, എനിക്കറിഞ്ഞൂടാ. മോളെ ഒന്ന് പോയി നോക്കിയേ. എല്ലാരും റെഡിയാക്കി മോളും പോയി റെഡിയായിട്ട് വാ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് റെഡിയാവാനൊന്നുമില്ല. എന്നെ ഈ വേഷത്തിൽ വിളിച്ചാലും ഞാനങ്ങ് പോവും.